വീര കേരളവർമ്മ പഴശ്ശിരാജയുടെ കുലപര ദേവതയായ ശ്രീ പോർക്കലിയുടെ ആരൂഢസ്ഥാന പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ശ്രീ പോർക്കലി ദേവിയുടെ പുനഃപ്രതിഷ്ഠാ കർമ്മം 2025 ഏപ്രിൽ 9 മുഹൂർത്തരാശിയിൽ നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒപ്പം ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിന് തിലകക്കുറിയായി ധ്വജസ്തംഭം സമർപ്പിക്കുന്ന ചടങ്ങും നടക്കും. പ്രസിദ്ധമായ ശ്രീ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ ശ്രീകോവിലടക്കമുള്ള നവീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് 2023 ഫെബ്രുവരി 10 നമ്മൾ കലശം നടത്തുകയും അത് അടുത്ത ഘട്ടമെന്ന നിലയിൽ അടുത്ത അത്രത്തോളം തന്നെ പ്രാധാന്യം നൽകുന്ന വീര കേരള പഴശ്ശിരാജയുടെ കുലദേവതയായ ശ്രീ പോർക്കലി ദേവി ക്ഷേത്രത്തിൻ്റെ പ്രവൃത്തിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഈ പോർക്കലി സ്ഥാനം നമ്മൾക്ക് സ്പോൺസർ ചെയ്തത് തിരുവനന്തപുരം സ്വദേശിയായ വിനു കൃഷ്ണൻ കുടുംബമാണ്. 1,25,00,000 രൂപ ചിലവഴിച്ച് നമുക്കിപ്പോൾ ഇത് പ്രവൃത്തി പൂർത്തീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ മാർച്ച് 3 ഈ ദേവിയുടെ ശ്രീകോവിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീ പോർക്കലിയുടെയും തേവാരമൂർത്തികളായ 5 ദേവതകളുടെയും പഞ്ചലോഹ വിഗ്രഹത്തിൻ്റെ നിർമ്മാണ വാർപ്പ് കൂടി ഇപ്പം നടക്കുകയാണ്. ഈ മാർച്ച് 3 രാവിലെ 11 മണിക്കുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് നടക്കുകയാണ്. ആ വിഗ്രഹ നിർമ്മാണത്തിൽ ഭക്തജനങ്ങൾക്ക് പങ്കാളികളാവുന്ന വിധത്തിൽ സ്വർണ്ണം വെള്ളി സാധനങ്ങൾ കൂടി അവർ ഇഷ്ടാനുസരണം നൽകി അതിൽ പങ്കാളികളാണ് ഒരു അറിയിപ്പ് കൂടി നമ്മളിപ്പോൾ നൽകുകയാണ്. അടുത്ത ഘട്ടം എന്ന നിലയിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് ഏകദേശം 25 ലക്ഷം രൂപയോളം ചെലവഴിച്ച് ഒരു കൊടിമരം ധ്വജപ്രതിഷ്ഠ നടക്കുകയാണ്. ഇതുവരെ നമ്മൾ ക്ഷേത്രത്തിൽ കൊടിമരം ഉണ്ടായില്ല. അപ്പോൾ ആ കൊടിമരം നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് നമുക്ക് നൽകുന്നത് തിരുവനന്തപുരം സ്വദേശിയായ തന്നെ രാജേഷ് പടിഞ്ഞാറ്റിൽ കുടുംബം ആണ്. ആ കുടുംബമാണ് നമ്മൾക്ക് ഈ കൊടിമരവും മറ്റെല്ലാ ചെലവുകളും നമ്മൾക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ അതിലെയും എല്ലാ ഭക്തജനങ്ങളെയും അറിവിലേക്കായിട്ട് നമ്മൾ ഈ പത്രസമ്മേളനം ഒന്ന് വിളിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് തന്നെ പോർക്കലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട കുലദേവതയായ പഴശ്ശിരാജാവിൻ്റെ കുലദേവത നമ്മളെ പോർക്കലി ദേവിയുടെ പ്രതിഷ്ഠാകർമ്മം ഇനി ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ നമുക്ക് കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രതിഷ്ഠാകർമ്മം നമ്മൾക്ക് ഏപ്രിൽ 9 രാവിലെ 6 മണിക്കോ 7 മണിക്കോ മുഹൂർത്തത്തിൽ നടക്കുകയാണ്. മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിനടുത്ത പഴശ്ശിരാജയുടെ കൊട്ടാരത്തിലായിരുന്നു ശ്രീ പോർക്കലി ദേവിയുടെ ആരൂഢസ്ഥാനം ഉണ്ടായിരുന്നത്. കൊട്ടാരത്തിനൊപ്പം ശ്രീ പോർക്കലി സ്ഥാനവും നശിക്കപ്പെട്ടു. മൃദംഗശൈലേശ്വരി ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി ആരൂഢസ്ഥാനത്തിന്റേതായ പുനരുദ്ധാരണം നടത്തി. കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ഭഗവതി ക്ഷേത്രമാണ് മുഴക്കുന്ന് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രം. ആദി പരാശക്തി മിഴാവിൽ ഭഗവതിയായി കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ശ്രീ പോർക്കലിയുടെ ആരൂഢസ്ഥാനത്തെ ഗതകാല പ്രൗഢി വിളിച്ചോതുന്ന രീതിയിൽ 1,25,00,000 രൂപ ചെലവഴിച്ച് പുനർനിർമ്മിച്ച് സമർപ്പിക്കുന്നത് എറണാകുളം സ്വദേശിയായ ദേവി ഭക്തൻ വിനു കൃഷ്ണനും പത്നി അരുണാകൃഷ്ണനും കുടുംബവുമാണ്. കേരളസിംഹം വീര കേരളവർമ്മ പഴശ്ശിരാജ ഉൾപ്പെടെ ഉപാസിച്ച ശത്രു സംഹാര സ്വരൂപിണിയായ ശ്രീ പോർക്കലി ദേവിയുടെ പുനഃപ്രതിഷ്ഠാ കർമ്മവും ഉപദേവത പ്രതിഷ്ഠാ കർമ്മവും 2025 ഏപ്രിൽ 9 വിവിധ അനുഷ്ഠാനങ്ങളോടെ നടക്കും. ഒപ്പം ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിന് തിലകക്കുറിയായി 50 ലക്ഷം രൂപയോളം ചെലവിൽ ഒരു ധ്വജസ്തംഭം ദേവീഭക്തനായ തിരുവനന്തപുരം സ്വദേശി രാജേഷ് പടിഞ്ഞാറ്റയിലും കുടുംബവും സമർപ്പിക്കുന്നുമുണ്ട്. ധ്വജപ്രതിഷ്ഠാ കർമ്മം 2025 ഏപ്രിൽ 3 മുഹൂർത്ത രാശിയിൽ നടക്കും. 2025 മാർച്ച് 27 മുതൽ ഏപ്രിൽ 3 വരെ ധ്വജപ്രതിഷ്ഠാ ചടങ്ങും ഏപ്രിൽ 3 മുതൽ 9 വരെ പൂരം ഉത്സവവും ഏപ്രിൽ 7, 8, 9 ശ്രീ പോർക്കലി പ്രതിഷ്ഠാ ചടങ്ങും നടക്കും. ക്ഷേത്രം തന്ത്രിമാരായ കോഴിക്കോട്ടേരി ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെയും നമ്പ്യാർവള്ളി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി കളത്തിൽ കൃഷ്ണദാസ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ 15 ദിവസങ്ങളിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി രൂപങ്ങളിൽ ദേവി അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രം കൂടിയാണ്. 2025 മാർച്ച് 3 രാവിലെ 11 മണിക്കുള്ള മുഹൂർത്ത രാശിയിൽ ശ്രീ പോർക്കലി ദേവിയുടെയും തേവാരമൂർത്തികളുടെയും പ്രതിഷ്ഠയ്ക്കുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ചടങ്ങ് നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭക്തർക്ക് തങ്ങൾ കൊണ്ടുവരുന്ന സ്വർണം, വെള്ളി എന്നിവ നേരിട്ട് പഞ്ചലോഹ വിഗ്രഹ നിർമ്മാണത്തിലേക്ക് സമർപ്പിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ എം മനോഹരൻ, എൻ പങ്കജാക്ഷൻ മാസ്റ്റർ, ടി പ്രേമരാജൻ, രാജൻ കാരിമൂല, പ്രകാശൻ പാർവണം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.